ഇന്ന് 4937 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 18 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. 60,761 പേർ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട്. 4,478 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 340 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 29 പേർ ആരോഗ്യപ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 74,352 സാമ്പിളുകൾ പരിശോധന നടത്തി. 5,439 പേർ രോഗമുക്തരായി. ഓരോ പ്രദേശത്തും കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും കാര്യക്ഷമതയിലും വ്യത്യാസമുള്ളതുകൊണ്ട് രോഗവ്യാപനം പരിശോധിക്കാൻ സെറോ പ്രിവലൻസ് പഠനത്തെയാണ് ആശ്രയിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് ഇവിടെ വിശദമാക്കിയതാണ്. സെറോ പ്രിവലൻസ് പഠനം അനുസരിച്ച് ഇന്ത്യയിൽ 21 കേസുണ്ടാകുമ്പോൾ ഒരു കേസാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കേരളത്തിൽ 1/3 എന്ന രീതിയിൽ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ കണക്ക് കാണിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിൻ്റെ മികവിലേക്കും ഇവിടെ നടപ്പിലാക്കുന്ന സർവൈലൻസിൻ്റെയും റിപ്പോർട്ടിങ്ങിൻ്റെയും കാര്യക്ഷമതയിലേക്കുമാണ്. തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ 27 കേസ് ഉണ്ടാകുമ്പോഴാണ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തമിഴ്നാട്ടിൽ 24 കേസ് ഉണ്ടാകുമ്പോഴാണ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ രോഗികളുടെ എണ്ണം കൂടുന്നുവെന്ന തോന്നൽ എന്തുകൊണ്ടുണ്ടാകുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാണല്ലോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പഠനമാണ് എക്സസ് ഡെത്ത് അനാലിസിസ്. കോവിഡ് മൂലമുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശാസ്ത്രീയമായി വിലയിരുത്താനാണ് ഈ പഠനത്തെ ആശ്രയിക്കുന്നത്. തൊട്ടു മുൻപത്തെ വർഷം എത്ര മരണങ്ങളുണ്ടായി എന്നും നടപ്പ് വർഷം അതേ ഘട്ടത്തിൽ എത്ര മരണങ്ങളുണ്ടായി എന്നും താരതമ്യം ചെയ്യുകയാണ് എക്സസ് ഡെത്ത് അനാലിസിസ് ചെയ്യുന്നത്. ലോകത്തെ പ്രമുഖമായ ചില സർവകലാശാലകൾ ഒരുമിച്ച് ചേർന്ന് വേൾഡ് മോർട്ടാലിറ്റി ഡാറ്റാ സെറ്റ് എന്ന പഠനം ജനുവരി 27 ഓൺലൈനായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 77 രാജ്യങ്ങളുടെ എക്സസ് ഡെത്ത് അനാലിസിസാണ് ആ റിപ്പോർട്ടിൽ അവർ പുറത്തുവിട്ടത്. അതിൽ 51 രാജ്യങ്ങളിൽ മരണങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടായി. അമേരിക്കയിൽ 14% മരണങ്ങളാണ് 2019 അപേക്ഷിച്ച് കോവിഡ് പടർന്ന 2020 ഫ്രാൻസിൽ 8%, ഇറ്റലിയിൽ 10%, സ്വീഡനിൽ 11%, UK-യിൽ 13%,
റഷ്യയിൽ 15%. ഈ കണക്കിലാണ് മരണസംഖ്യ വർദ്ധിച്ചത്. അതേസമയം 6 രാജ്യങ്ങളിൽ കോവിഡ് കാലത്ത് മുൻ വർഷത്തേക്കാൾ മരണം കുറയുന്ന പ്രതിഭാസവും ഉണ്ടായി. ന്യൂസിലാൻഡിൽ 6%, ഓസ്ട്രേലിയയിൽ 3%, കോസ്റ്റാറിക്കയിൽ 3% മരണങ്ങൾ കുറഞ്ഞു. ഇന്ത്യയിലെ മരണങ്ങളുടെ റിപ്പോർട്ടുകൾ കൃത്യമായി ലഭ്യമല്ലാത്തതിനാൽ പഠനത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതെ പോവുകയാണുണ്ടായത്. 100% ജനനങ്ങളുടെയും മരണങ്ങളുടെയും രജിസ്റ്റർ സൂക്ഷിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. കേരളത്തിൽ 2,63,901 മരണങ്ങളാണ് 2019 എന്നാൽ 2020 2,34,536 മരണങ്ങളാണ്. അതായത് 29,365 മരണങ്ങളുടെ കുറവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 11.2% കുറവാണ് 2020 കേരളത്തിലെ മരണസംഖ്യയിൽ വന്നിരിക്കുന്നത്. റോഡ് അപകടങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 2019 ഒരു മാസം റോഡ് അപകടങ്ങൾ കാരണം ഉണ്ടാകുന്ന മരണങ്ങളുടെ ശരാശരി എടുത്താൽ പോലും ഏകദേശം 800 മരണങ്ങളുടെ കുറവാണ് ഉണ്ടായതെന്ന് കണക്കാക്കാം. അതൊഴിവാക്കിയാൽ പോലും ഈ വർഷം 28,565 മരണങ്ങളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കോവിഡ് കാലത്ത് കേരളത്തിൽ മരണങ്ങൾ കുറക്കാൻ നമ്മൾ കാണിച്ച ജാഗ്രതയും സർക്കാർ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളും ഫലപ്രദമായി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോവിഡിനെതിരെ കാണിച്ച ബ്രേക്ക് ദ ചെയിൻ പ്രവർത്തനങ്ങൾ മറ്റ് രോഗങ്ങൾ പടരാതിരിക്കാനും നമ്മളെ സഹായിച്ചു. കോവിഡുമായി ബന്ധപ്പെട്ട് ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതിനാൽ ആശുപത്രികളിൽ കോവിഡ് രോഗികൾ നിറയാതെ സൂക്ഷിക്കാനും മറ്റ് രോഗങ്ങൾക്കുള്ള ചികിത്സ മുടക്കം കൂടാതെ നൽകാനും നമുക്ക് കഴിഞ്ഞു. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രചരണങ്ങൾ ജനങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിച്ചതും ഗുണകരമായി എന്ന് വേണം കണക്കാക്കാൻ. നമ്മളെക്കാൾ എത്രയോ മടങ്ങ് സമ്പന്നരും കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളുമുള്ള പല വികസിത രാജ്യങ്ങളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ മരണത്തെ തടുത്തു നിർത്താൻ നമുക്ക് കഴിഞ്ഞു. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ പരിപാടി ഏറ്റവും കാര്യക്ഷമമായി തന്നെ മുന്നേറുകയാണ്. സ്കൂളുകൾ ഹൈടെക്കായത്, ക്ലാസ് മുറികൾ ഡിജിറ്റലായത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ മറ്റൊരു സന്തോഷം പങ്കുവെക്കാനുള്ളത് സർക്കാർ സ്കൂളുകൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി 89 പൊതുവിദ്യാലയങ്ങൾ കൂടി ആ ഗണത്തിലേക്ക് എത്തുന്നു എന്നതാണ്. മറ്റന്നാളാണ് അതിൻ്റെ ഉദ്ഘാടനം. അതോടൊപ്പം നവീകരിച്ച 41
ഹയർ സെക്കൻഡറി ലാബോറട്ടറികളുടെയും ഉദ്ഘാടനവും നടക്കും. 68 സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണ പ്രവൃത്തികളുടെ ശിലാസ്ഥാപനവും മറ്റന്നാൾ നടക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല അടിമുടി മാറുകയാണ്. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട 10 എയ്ഡഡ് സ്കൂളുകൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ച കാര്യമാണ്. സമഗ്രവും ആധികാരികവുമായ വിദ്യാഭ്യാസ നയമാണ് സർക്കാരിനുള്ളത്. സർക്കാർ സ്കൂളുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയത് അതിൻ്റെ ഭാഗമായി തന്നെയാണ്. സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതും അതിൻ്റെ ഭാഗം തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇവിടെ മറ്റ് ചില വിഷയങ്ങൾ കൂടി പ്രതിപാദിക്കേണ്ടതുണ്ട്. PSCയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുവെന്ന് ചിലർ ആരോപിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇത്തരം പ്രചാരണങ്ങളുമായി രംഗത്ത് വന്നത് കണ്ടു. സത്യം വിളിച്ചു പറയുന്ന കണക്കുകളാണ് ഇതിനുള്ള മറുപടി. LDF സർക്കാരിൻ്റെ 4 വർഷം 7 മാസ കാലയളവിൽ 4012 റാങ്ക് ലിസ്റ്റുകൾ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ ഇതേ കാലയളവിൽ 3113 റാങ്ക് ലിസ്റ്റുകൾ മാത്രമാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. പോലീസിൽ LDF സർക്കാരിൻ്റെ കാലയളവിൽ 13,825 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ ഇതേ കാലയളവിൽ 4,791 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒരേ കാലയളവെടുത്താൽ വ്യത്യസ്ത കാലയളവിൽ 4,791 13,825 തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. LD ക്ലാർക്ക് നിയമനത്തിൽ 2016-20 കാലയളവിൽ 19,120 പേർക്ക് നിയമനം നൽകിയിട്ടുണ്ട്. എന്നാൽ 2011-16 കാലയളവിൽ ഇത് 17,711 മാത്രമായിരുന്നു. നമ്മൾ കോവിഡ് അടക്കമുള്ള സാഹചര്യങ്ങളെ നേരിട്ടും അതിജീവിച്ചുമാണ് ഇത്തരം നിയമനങ്ങൾ നടത്തിയത് എന്ന പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും അവസരം നൽകുകയും അർഹതപ്പെട്ട ഒഴിവുകൾ സമയബന്ധിതമായി നികത്തുന്നതിനും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ സർക്കാർ വന്ന ശേഷം 1,57,909 നിയമന ശുപാർശകളാണ് PSC നൽകിയിട്ടുള്ളത്. നിലവിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, 27,000 സ്ഥിരം തസ്തികകൾ ഉൾപ്പെടെ 44,000 പുതിയ തസ്തികകളും സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തേക്കാൾ കൂടുതൽ നിയമനങ്ങളും നിയമന ശുപാർശകളും സർക്കാർ നടപ്പാക്കി എന്നതാണ്
ഏത് കണക്കും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ ചില പ്രധാനപ്പെട്ട തസ്തികകളിലുള്ള താരതമ്യം വേണമെങ്കിൽ പരിശോധിക്കാം. അപ്പോൾ UDF കാലത്തിൽ നിന്ന് LDFൻ്റെ കാലത്തുണ്ടായ വർധനവിൻ്റെ തോത് മനസ്സിലാക്കാനാവും. LDC 17,711, 17,711 UDFൻ്റെ കാലത്ത്, 19,120 LDFൻ്റെ കാലത്ത്. പോലീസ് നിയമനം 4,796 UDFൻ്റെ കാലത്ത്, 13,825 LDFൻ്റെ കാലത്ത്. LPSA 1,630 UDFൻ്റെ കാലത്ത്, 7,322 LDFൻ്റെ കാലത്ത്. UPSA 802 UDFൻ്റെ കാലത്ത്, 4,446 LDFൻ്റെ കാലത്ത്. സ്റ്റാഫ് നേഴ്സ് ഹെൽത്ത് 1,608 UDFൻ്റെ കാലത്ത്, 3,607 LDFൻ്റെ കാലത്ത്. അസിസ്റ്റൻറ്റ് സർജൻ ഹെൽത്ത് 2,435 UDFൻ്റെ കാലത്ത്, 3,324 LDFൻ്റെ കാലത്ത്. സ്റ്റാഫ് നേഴ്സ് മെഡിക്കൽ വിദ്യാഭ്യാസം 924 UDFൻ്റെ കാലത്ത്, 2,200 LDFൻ്റെ കാലത്ത്. ഇതിൻ്റെ കൂടെ കാണേണ്ടത് ആദിവാസി മേഖലയിൽ നിന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി പോലീസ് സേനയിലേക്കും എക്സൈസ് വകുപ്പിലേക്കും സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിയമനം നടത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ നിലവിൽ നിയമന ലിസ്റ്റിൻ്റെ പേരിലുള്ള പ്രതിപക്ഷ സമരം യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികളുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായ ഒന്നാണ്. LDF സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തിയ എല്ലാ അപവാദ പ്രചരണങ്ങളും കുൽസിത നീക്കങ്ങളും പൊളിഞ്ഞു. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിപക്ഷം രംഗത്തിറങ്ങിയത്. റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും നിയമനം കിട്ടണമെന്നും കാലാവധി കഴിഞ്ഞ ലിസ്റ്റ് പുനരുജ്ജീവിപ്പിച്ച് നിയമനം നടത്തണമെന്നും ആവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തെ പിന്തുണക്കാൻ ഒരു മുൻ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുന്നത് ആശ്ചര്യകരമായ കാര്യമാണ്. സമരം ചെയ്യുന്നവർക്ക് സ്വാഭാവികമായും ഉദ്യോഗം ലഭിക്കാൻ ആഗ്രഹമുണ്ടാകും. അതിനകത്ത് അസ്വാഭാവികതയില്ല. പക്ഷേ ആ സമരത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം കൊതിക്കുന്ന പ്രതിപക്ഷത്തിൻ്റേത് കുൽസിതമായ ശ്രമമാണ്. 2020 ജൂണിൽ കാലാവധി തീർന്നതാണ് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ്. 2020 ജൂണിൽ കാലാവധി തീർന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് പുനരുജ്ജീവിപ്പിക്കണം എന്നതാണ് ഉയർത്തുന്ന ഒരാവശ്യം. കാലഹരണപ്പെട്ട ലിസ്റ്റ് എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിക്കുക? അതിന് പറ്റുന്ന ഏതെങ്കിലും നിയമമോ സാധ്യതയോ നാട്ടിലുണ്ടോ? അത് അറിയാത്തവരാണോ മുഖ്യമന്ത്രിയും മന്ത്രിയുമൊക്കെയായി നാട് ഭരിച്ചിരുന്ന പ്രതിപക്ഷ നേതാക്കൾ? അപ്പം അതറിയാത്തത് കൊണ്ടല്ല, ഈ ഉദ്യോഗം മോഹിക്കുന്ന യുവജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അതിൻ്റെ ഭാഗമായി തങ്ങൾക്കെന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പറ്റുമോ എന്ന് നോക്കുക.
ഇതാണ് പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടാകുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ടോ? അവരിൽ അർഹതയുള്ളവർ വരാനിടയുള്ള ഭാഗം ധൃതിപ്പെട്ട് റദ്ദാക്കിക്കൊണ്ട് അവർക്ക് അവസരം നിഷേധിക്കുന്ന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ? ഇതെല്ലാം ആർക്കും പരിശോധിക്കാവുന്ന കാര്യമാണ്. സർക്കാർ എന്താ ചെയ്തത്? ഇവിടെ 2021 ഡിസംബർ വരെയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ടായത്. അപ്പോൾ 2020 ജൂണിൽ കാലാവധി തീരുകയാണ്. ആ ലിസ്റ്റിൽ 2021 ഡിസംബർ വരെയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് PSC സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഈ സമരം കൊണ്ടല്ല. ഈ സമരമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ നാടിൻ്റെ സന്തതികളാണ്. അവരോട് സർക്കാരിന് എപ്പോഴും അനുകമ്പ മാത്രമേ ഉള്ളൂ. അവരുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യുക എന്ന നിലപാടും സമീപനവുമാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ടാണ് 2021 ഡിസംബർ വരെയുള്ള ഈ വർഷം അവസാനം വരെയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച ലിസ്റ്റാണ് 2020 ജൂണിൽ കാലാവധി തീരുന്നത്. അപ്പോൾ ഒഴിവുകൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്തു എന്നത് ഏതെങ്കിലും തരത്തിൽ കുറ്റകരമാകുമോ? സർക്കാർ ഉദ്യോഗാർത്ഥികളോട് അനുകമ്പയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നൊരു സർക്കാരാണെന്ന് പറയാൻ പറ്റുമോ? ഇത്തരം ഒരു പ്രശ്നവും ഇല്ലാത്ത ഘട്ടത്തിലാണ് സർക്കാർ ഈ നടപടികളെടുത്തത്. അപ്പോൾ പോലീസ് കോൺസ്റ്റബിളിൻ്റെ നിയമനത്തിനായി 2 റാങ്ക് ലിസ്റ്റുകളാണ് ഈ സർക്കാരിൻ്റെ കാലയളവിൽ PSC പ്രസിദ്ധീകരിച്ചത്. ആകെ 11,420 പേർക്കാണ് അതിൽ നിയമനം നൽകിയത്. ഇതിൽ വയനാട്, പാലക്കാട്, മലപ്പുറം മേഖലയിലെ ആദിവാസി മേഖലയിലെ യുവതീ യുവാക്കൾക്കായി സൃഷ്ടിച്ച 200 തസ്തികകളുമുണ്ട്. ഇതിനു പുറമെ നാം കാണേണ്ട വസ്തുത, ആദ്യമായി ഒരു വനിതാ ബറ്റാലിയന് ഈ സർക്കാരിൻ്റെ കാലത്താണ് രൂപം നൽകുന്നത്. 400 കോൺസ്റ്റബിൾ തസ്തികകളാണ് ഇതിനായി മാത്രം സൃഷ്ടിച്ചത്. ആകെ 1666 വനിതകൾക്ക് പോലീസിൽ നിയമനം ലഭിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അങ്ങനെ മൊത്തം ഈ സർക്കാർ പോലീസിൽ 13,086 പേർക്ക് നിയമനം ലഭിക്കുന്നതിനാണ് നടപടിയെടുത്തത്. ഇതിനു പുറമെ ഇന്ത്യ റിസർവ് ബറ്റാലിയനിലേക്കുള്ള 739 നിയമനം ഉൾപ്പെടെ ആകെ 13,825 പേർക്കാണ് പോലീസിൽ നിയമനം നൽകിയത്. ഈ സർക്കാർ വന്ന ശേഷം പോലീസ് വകുപ്പിൽ 3,971 സ്ഥിരം തസ്തികകളും 863 താൽക്കാലിക തസ്തികകളും പുതുതായി സൃഷ്ടിച്ചു. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ
പഴയ ലിസ്റ്റ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ആരുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണ് എന്ന് പ്രത്യേകമായി ചോദിക്കേണ്ടതില്ലല്ലോ. ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ കാര്യത്തിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ആഗസ്റ്റ് 3 വരെ നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ റിട്ടയർമെൻറ്റ് മൂലം വരുന്ന ഒഴിവുകളും ഇപ്പോഴത്തെ ലിസ്റ്റുള്ളവർക്ക് ലഭിക്കും. ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ നിയമനം പരിശോധിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ പിന്നിലുള്ളവർക്കും മുൻകാലങ്ങളിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അത് മാറാൻ കാരണം പരീക്ഷ എഴുതാനുള്ള യോഗ്യതയിൽ വരുത്തിയ മാറ്റമാണ്. ആ മാറ്റം 2011 ഉണ്ടായത്. അതോടെ ബിരുദവും അതിലുയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുമുള്ളവർക്ക് ലാസ്റ്റ് ഗ്രേഡിലേക്ക് അപേക്ഷിക്കാൻ കഴിയാതെ പോയി. മുൻപ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പരീക്ഷ എഴുതി ലിസ്റ്റിൽ വരുമായിരുന്നു. ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ നിയമനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അത്തരം പലർക്കും മറ്റ് തസ്തികകളിൽ നിയമനം ലഭിക്കും. അതോടെ ആ പട്ടികയിൽ താഴെയുള്ളവർക്ക് അവസരം കിട്ടും. ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ച ശേഷം മറ്റ് തസ്തികകളിലേക്ക് നിയമിക്കപ്പെട്ടു പോകുന്ന ഒഴിവുകൾ വേറെയും ഉണ്ടാകും. പരീക്ഷാ യോഗ്യത മാറ്റിയതോടെ അത്തരം സാധ്യതകളെല്ലാം ഇല്ലാതായി. അതേസമയം തന്നെ ബിരുദധാരികളുമായി മത്സരിക്കേണ്ടതില്ല എന്നതുകൊണ്ട് ഉയർന്ന റാങ്ക് തുടക്കത്തിലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവർക്ക് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. നേരത്തെ സെക്രട്ടേറിയറ്റ്, PSC, ലോക്കൽ ഫണ്ട്, ഓഡിറ്റ് വകുപ്പ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൻ്റെ ഭാഗമായിരുന്നു. അവയെ സെക്രട്ടേറിയറ്റ് സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടുത്തിയത് 2016 ഫെബ്രുവരിയിൽ UDFൻ്റെ കാലത്താണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പരീക്ഷയ്ക്ക് PSC അപേക്ഷ ക്ഷണിക്കുന്നു. 9 ലക്ഷത്തോളം പേരാണ് അപേക്ഷിച്ചത്. അതിൽ 7 ലക്ഷത്തോളം അപേക്ഷകൾ സാധുവായിട്ടുണ്ട്. അതിൻ്റെ നിയമനങ്ങൾ ഇനിയുള്ള നാളുകളിലാണ് നടക്കുക. ഈ ഫയലിംഗ് സമ്പ്രദായം ആരംഭിച്ചതോടെ ഫയലുകൾ കൈകൊണ്ടെടുത്ത് കൈകാര്യം ചെയ്യുന്ന രീതി കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യത്തിൽ ലാസ്റ്റ് ഗ്രേഡ് തസ്തികകൾ കുറവ് വരുത്തണമെന്ന് ഉദ്യോഗസ്ഥ തലത്തിലുള്ള കമ്മിറ്റികൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്നാൽ സർക്കാർ ഇത്തരമൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഈ ഘട്ടത്തിലാണ് കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ ഒഴിവ് വരുന്ന തസ്തികകളിലേക്കുള്ള നിയമനത്തിനാണ് PSC വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. പരീക്ഷ നടത്തി തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവുള്ള തസ്തികയിൽ നിയമനം നടത്തുന്ന രീതിയാണ് നിലവിലുള്ളത്. ഓരോ വകുപ്പിൻ്റെയും ആവശ്യകത കണക്കിലെടുത്താണ് തസ്തികകൾ സൃഷ്ടിക്കുന്നത്. അത് PSCക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ PSC ലിസ്റ്റിൽ നിന്ന്
നിയമനം നൽകുന്നു. അതായത് വകുപ്പുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഒഴിവുകളുണ്ടാവുക. റാങ്ക് ലിസ്റ്റുള്ളവരെ നിയമിക്കാൻ തസ്തിക സൃഷ്ടിക്കുക എന്ന രീതിയില്ല. അനന്തമായി റാങ്ക് ലിസ്റ്റുകൾ നീട്ടുന്നത് ആ പ്രത്യേക ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രം ജോലി ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുക. റാങ്ക് ലിസ്റ്റിൽ വന്നതിനേക്കാൾ എത്രയോ അധികം യുവാക്കളും യുവതികളും ലിസ്റ്റിന് പുറത്ത് പരീക്ഷ എഴുതാനുള്ള യോഗ്യതയോടെ ഉണ്ടാവും. ഓരോ വർഷവും പുതിയ പുതിയ ആളുകൾ കൂട്ടത്തോടെ യോഗ്യത സമ്പാദിച്ച് ഈ തൊഴിൽ സമ്പാദനത്തിനായുള്ള മേഖലയിലേക്ക് വരികയാണ്. അപ്പോൾ പരീക്ഷകൾ സമയബന്ധിതമായി നടത്തുക, ലിസ്റ്റുകൾ യഥാസമയം പ്രസിദ്ധീകരിക്കുക, അങ്ങനെയൊക്കെ വന്നാൽ കൂടുതൽ ആളുകൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരവും ആ പരീക്ഷകളിൽ മത്സരിക്കുന്നതിനുള്ള അവസരവും ഉണ്ടാകും. മാത്രമല്ല, കൂടുതൽ കഴിവുള്ള ഉദ്യോഗാർത്ഥികളെ വകുപ്പുകൾക്ക് ലഭിക്കുന്നതിനും ഇത് സഹായകമാകും. ലിസ്റ്റുകൾ അനന്തമായി നീട്ടുന്നതും ഈ നീട്ടലിൻ്റെ ഭാഗമായി അടുത്ത ലിസ്റ്റിൻ്റെ കാലയളവിൽ ലഭിക്കേണ്ട തൊഴിലവസരങ്ങൾ പോലും നൽകുന്നതും പുതിയ തലമുറക്ക് അവസരം നിഷേധിക്കുന്നതിന് തുല്യമാണ്. കാരണം ഈ മേഖലയിലാണല്ലോ ഇവർ വരേണ്ടത്. അപ്പോൾ അവർക്ക് അവിടെ നിയമിച്ചു പോയാൽ പിന്നെ പുതിയ ആളുകൾക്ക് നിയമനത്തിന് സാധ്യതയുണ്ടാവില്ല. കേന്ദ്ര സർക്കാരും മറ്റും റാങ്ക് ലിസ്റ്റുകൾക്ക് കേരളത്തിലെ അത്രയും കാലാവധി വെക്കുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ കാണേണ്ടതുമാണ്. PSC റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള തസ്തികകളിൽ പോലും ദിവസവേതനക്കാരെ നിയമിക്കുന്ന നില കഴിഞ്ഞ UDF സർക്കാർ സ്വീകരിച്ചു. അത് LDF ചെയ്തിട്ടില്ല. അത് തിരുത്തിയത് LDF സർക്കാരാണ്. ഇവിടെ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി നിയമനം ഇതിൻ്റെ ഉദാഹരണമായി പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയെന്ന മറ്റൊരു പ്രചരണമാണ് നടക്കുന്നത്. UDF സർക്കാരിൻ്റെ കാലത്ത് സ്ഥിരപ്പെടുത്തിയ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം 5910 അതിലൊന്നും വ്യക്തമായ മാനദണ്ഡമേ ഉണ്ടായിരുന്നില്ല. 2 വർഷമായവരെ അടക്കം സ്ഥിരപ്പെടുത്താൻ തയ്യാറായി. ഇനി നിയമിക്കാൻ പോകുന്നവരെ കൂടി സ്ഥിരപ്പെടുത്താനുള്ള ഉത്തരവ് വരെ കാണുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ വ്യക്തമായ മാനദണ്ഡത്തോടെ യോഗ്യരായവരെ സ്ഥിരപ്പെടുത്താനാണ് LDF സർക്കാർ തീരുമാനിച്ചത്. 10 വർഷത്തിലധികം സർവീസുള്ള PSCക്ക് വിടാത്ത തസ്തികകളിലേക്ക് മാത്രമാണ് സ്ഥിരപ്പെടുത്തൽ ഈ സർക്കാർ നടത്തിയത്. ഈ 10 വർഷ കാലയളവ് ഇല്ലാത്ത ആരെയും ഇതിനുവേണ്ടി പരിഗണിച്ചിട്ടില്ല. കൃത്യമായ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഉൾപ്പെടുത്തലോ പുറന്തള്ളലോ ഇഷ്ടാനിഷ്ടമനുസരിച്ച് ഈ സർക്കാരിൻ്റെ കാലത്ത് എവിടെയും നടന്നിട്ടില്ല. 3 ലക്ഷം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയെന്ന പ്രചരണമാണ് UDF നേതാക്കൾ നടത്തുന്നത്. എവിടെ നിന്നാണ് അങ്ങനൊരു കണക്ക് വന്നത് എന്ന് പിടിയില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ
ആകെ ജീവനക്കാരുടെ എണ്ണം 5,28,231. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള കണക്ക് കൊണ്ടുവരുന്നത് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയാലേ മനസ്സിലാവും. റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അഡ്വൈസ് ലഭിക്കണമെന്ന വിചിത്രമായ വാദഗതി ചിലർ ഉയർത്തുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളുടെ 5 ഇരട്ടിയോളം വരും റാങ്ക് ലിസ്റ്റ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് കാലാവധിക്കുള്ളിൽ ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിയമനം നൽകുന്നത് അസാധ്യമായ കാര്യമാണ്. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാര്യത്തിൽ ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ ശുപാർശകൾ പ്രകാരമാണ് ഇത്തരത്തിൽ വിപുലമായ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നത്. അത് വ്യക്തമായ ഉദ്ദേശത്തോടെ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തൊരു കാര്യവുമാണ്. കരാർ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുന്നത് വഴി PSC റാങ്ക് ലിസ്റ്റുള്ളവർക്ക് നഷ്ടം സംഭവിക്കുന്നു എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമായ വ്യാജപ്രചരണമാണ്. കാരണം ഈ സ്ഥിരപ്പെടുത്തൽ നടന്ന ഒരിടത്തും PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളെ നിയമിക്കാൻ കഴിയില്ല. കാരണം അവിടെയൊന്നും PSCക്ക് വിട്ട സ്ഥലമല്ല. PSC വിചാരിച്ചാലോ ആ വകുപ്പ് വിചാരിച്ചാലോ ഇപ്പോൾ അവരെ അവിടെ നിയമിക്കാനാവില്ല. PSCക്ക് നിയമനങ്ങൾ വിട്ട സർക്കാർ വകുപ്പിലോ സ്ഥാപനത്തിലോ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നില്ല. PSC റാങ്ക് ലിസ്റ്റിലുള്ള ഒരാൾക്ക് പോലും ഇത് കാരണം അഡ്വൈസ് ലഭിക്കാതെ പോകില്ല. കാരണം അവരെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല ഇത്. യാതൊരു മാനദണ്ഡവുമില്ലാതെ സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തി താൽക്കാലിക നിയമനവും സ്ഥിരപ്പെടുത്തലും എന്ന രീതിയിൽ ഭരണം കൈയാളിയവരാണ് ഇപ്പോൾ കുപ്രചരണങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഉദ്യോഗാർത്ഥികൾക്കാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായ ഉദ്ദേശലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇവരുടെ പ്രേരണക്ക് വശംവദരായി അങ്ങേയറ്റം സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നിങ്ങളെ തള്ളിവിടാൻ നോക്കുന്ന സമരരംഗത്ത് നിങ്ങൾ പെട്ടുപോകരുതെന്നും അതിൽ നിന്ന് പിന്തിരിയണമെന്നുമാണ് ഉദ്യോഗാർത്ഥികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളോടൊപ്പമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളുകൾ അത് UDF ആണല്ലോ. UDFൻ്റെ സിവിൽ സർവീസിനോടുള്ള നിലപാട് എന്താണ് എന്ന് ഇവിടെയുള്ളവർക്കറിയാത്തതല്ല. 2002 കോവളത്ത് ചേർന്ന UDF ഏകോപന സമിതി അന്നത്തെ ഗവൺമെൻറ്റിനോട് തസ്തിക വെട്ടിച്ചുരുക്കലും നിയമന നിരോധനവും ഉൾപ്പെടെ ശുപാർശ ചെയ്തത്. അത് മറക്കാനാവുമോ? UDF
ഗവൺമെൻറ്റിന് ശുപാർശ നൽകുകയാണ്. അന്നത്തെ UDF കൺവീനർ, 2002 UDF കൺവീനർ ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നില്ലേ? അതിനെ തുടർന്നാണല്ലോ കേരളത്തിൽ 32 ദിവസം നീണ്ട സമരം നടക്കാനിടയായത്. ആ സമരം തസ്തിക വെട്ടിച്ചുരുക്കലും നിയമന നിരോധനവും അതിനെതിരെയുള്ള സമരമായിരുന്നു എന്ന് ഓർമ്മയില്ലേ? ജീവനക്കാരെയും ബഹുജനങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള കുപ്രചരണങ്ങളല്ലേ അന്ന് അഴിച്ചുവിട്ടത്? ഓർമ്മയില്ലേ? ആ കാലത്ത് UDF കൺവീനർ നടത്തിയൊരു പ്രസ്താവന, കുട്ടികളെ എന്നും സൗജന്യമായി പഠിപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്ന പ്രസ്താവന നടത്തിയത് ഇതേ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ആ നിലപാടൊക്കെ ഇപ്പോഴുമുണ്ടോ? ഇപ്പോൾ 6,80,000 വിദ്യാർത്ഥികൾ ഈ LDF കാലയളവിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതലായി വന്നു ചേർന്നു എന്ന വാർത്ത നമ്മളെല്ലാം കേട്ടതല്ലേ? അപ്പോൾ ആ ഘട്ടത്തിൽ പഴയ നിലപാട് തന്നെയാണോ UDFനും അന്നത്തെ കൺവീനർക്കുമുള്ളത്? ജീവനക്കാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും തകർക്കുന്ന കരിനിയമങ്ങളായിരുന്നു UDF കൊണ്ടുവന്നത്. ഈ നാടിൻ്റെ ചരിത്രത്തിൽ ആ കരിനിയമങ്ങളെല്ലാം മാറ്റം വരുത്തിയത് തുറന്നു വന്ന LDF സർക്കാരായിരുന്നുവെന്ന് അറിയാത്തവരുണ്ടോ? ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡിന് കൂടുതൽ തസ്തികകൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ലാസ്റ്റ് ഗ്രേഡിൽ നിയമനം തന്നെ പാടില്ലെന്ന് പറഞ്ഞ് പ്രത്യേക സർക്കുലർ ഇറക്കിയത്. അത് മറന്നുപോയോ? കേന്ദ്ര സർക്കാരിൻ്റെ നിയമന നിരോധനത്തിൻ്റെ ഭാഗമായി 8 ലക്ഷത്തിലേറെ തൊഴിലവസരങ്ങളാണ് യുവാക്കൾക്കില്ലാതായത്. പൊതുമേഖല സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി പൊതുപരീക്ഷയിലൂടെ കടന്നു വരാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുന്ന നയങ്ങളും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. എന്നാൽ ആശ്ചര്യകരമായൊരു കാര്യം, ഇത്തരം നയങ്ങൾക്കെതിരെ ഒരക്ഷരം ഉരിയാടാത്തവരാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളായ യുവജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പുതിയ വാദഗതികളും തട്ടിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് തിരിച്ചറിയാൻ കേരളീയ സമൂഹത്തിനാവും. മുൻപ് പറഞ്ഞ പോലെ PSC റാങ്ക് ലിസ്റ്റിൽ നിലവിലുള്ള ഒഴിവിൻ്റെ 5 ഇരട്ടിയെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിയാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും നിയമനം നൽകുക എന്നത് അപ്രായോഗികമായ കാര്യമാണ്. അഭ്യസ്ത വിദ്യർക്ക് അവരുടെ യോഗ്യതക്കനുസരിച്ച് തൊഴിൽ ലഭിക്കുന്നില്ല എന്ന പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. വിവിധ മേഖലകളിലായി കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കാനും മൂലധന നിക്ഷേപം നടത്തുന്നതിനും സർക്കാർ പരിശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. കേന്ദ്ര സർക്കാരിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും
ലക്ഷക്കണക്കിന് ഒഴിവുകൾ നികത്താൻ അവശേഷിക്കുന്നുണ്ട്. നിയമനങ്ങൾ പലതും സ്തംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം തൊഴിൽ മേഖലയിൽ സാധാരണ എത്തിപ്പെടുന്ന വിഭാഗങ്ങൾ പോലും കേരളത്തിലെ PSCയെ ആശ്രയിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇവിടെ കണ്ട ഒരു കാഴ്ച, കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു കാലുപിടിക്കൽ രംഗം കണ്ടു. യഥാർത്ഥത്തിൽ ആരുടെ കാലാണോ പിടിച്ചത് അദ്ദേഹമാണ് ഉദ്യോഗാർത്ഥികളുടെ കാലിൽ വീഴേണ്ടത്. എന്നിട്ട് പറയണം എല്ലാ കഷ്ടത്തിനും ഇടയാക്കിയത് താനാണ് ഇതിന് ഉത്തരവാദിയെന്ന്. അവരോട് അത്തരമൊരു തുറന്നു പറച്ചിലുണ്ടായാൽ അല്പം അവരോട് നീതി നടത്തി എന്ന് പറയാൻ പറ്റും. മുട്ടിലഴയേണ്ടതും മറ്റാരുമല്ല. ഇവിടെ യുവജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വഞ്ചിക്കുന്നതിനുമുള്ള നടപടികളാണ് UDF ബോധപൂർവം സ്വീകരിച്ചു വരുന്നത്. യൂണിഫോമിട്ട സേനകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നേരത്തെ 3 വർഷമായിരുന്നത് 1 വർഷമാക്കി കുറച്ചത് എപ്പോഴായിരുന്നു? 2014 ജൂണിൽ. അതിനായി അന്നത്തെ PSC ചെയർമാന് കത്തെഴുതിയ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? NJD ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതും ആരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതിനൊക്കെ ഇപ്പോൾ ആ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ആളുകൾ മറുപടി പറയേണ്ടത് ഈ ഉദ്യോഗാർത്ഥികളോടാണ്. തങ്ങൾ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന യുവജനങ്ങളോടാണ്. റാങ്ക് ലിസ്റ്റ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലന്വേഷകരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുമെന്നത് ഗൗരവതരമായ കാര്യമാണ്. കൃത്യമായി പരീക്ഷകൾ നടത്തുകയും ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും അതിലൂടെ എല്ലാവർക്കും അവസരമൊരുക്കുകയുമാണ് സർക്കാരിൻ്റെ നയം. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, പാവപ്പെട്ട തൊഴിലന്വേഷകർ അവരെ അപകടകരമായ രീതിയിൽ സമരം നടത്താൻ പ്രേരിപ്പിക്കുന്നത് അതൊരു പ്രതിപക്ഷത്തിൻ്റെ കളി, അപകടകരമായ കളിയാണ് എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. അത് തിരിച്ചറിയാൻ ഈ യുവജനങ്ങൾക്ക് കഴിയണമെന്നുമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം ഗൗരവമായി ഉയർന്നു വരുന്നുണ്ട്. കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുക എന്നത് ഭാവി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനായി പൊതുമേഖലാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും പശ്ചാത്തല സൗകര്യങ്ങൾ വൻതോതിൽ മെച്ചപ്പെടുത്തി സ്വകാര്യ മൂലധനത്തെ ആകർഷിക്കുന്നതിനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇപ്പോൾ 100 ദിന കർമ്മ പരിപാടിയിലൂടെ ഒന്നാം ഘട്ടത്തിൽ 1,21,083 തൊഴിലവസരങ്ങൾ, 50,000 നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷേ 1,21,083 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. രണ്ടാം ഘട്ടം പൂർണ്ണമായില്ല. നേരത്തെയുള്ള പരിശോധനയിൽ തന്നെ 49,615 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അത് വർദ്ധിപ്പിക്കും. ഇത്തരത്തിലൊരു കർമ്മ പദ്ധതിയാണ് സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ UDF കാലത്ത് 300 സ്റ്റാർട്ടപ്പുകളാണ് തുടങ്ങിയത്. പക്ഷേ ഈ സർക്കാർ 3,900 സ്റ്റാർട്ടപ്പുകളാണ് ആരംഭിച്ചത്.
തൊഴിൽ സംരംഭങ്ങൾ UDFൻ്റെ കാലത്ത് 10,177 തുടങ്ങിയത്. ഈ സർക്കാരിൻ്റെ കാലത്ത് 30,176 സംരംഭങ്ങളാണ് തുടങ്ങിയത്. UDF കാലത്ത് IT പാർക്കുകളിൽ 85.1 ലക്ഷം ചതുരശ്ര അടിയാണ് ഇടം വർദ്ധിപ്പിച്ചത്. ഇപ്പോഴത് 102.7 ലക്ഷം ചതുരശ്ര അടി സ്ഥലം കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇതോടൊപ്പം കാർഷിക മേഖലയെ വികസിപ്പിക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ശക്തിപ്പെടുത്തുക, ഇതൊക്കെ നാട്ടിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉതകുന്നതാണ്. അപ്പോൾ നാം ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ളവർക്ക് ഇവിടെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഉതകുന്ന സാഹചര്യം സൃഷ്ടിക്കുക. അതിനാണ് ഈ സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. അതോടൊപ്പം സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും ഉള്ള തൊഴിൽ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തുന്ന വിധം ഇടപെട്ട് മുന്നോട്ട് പോകാനുമാണ് സർക്കാർ തയ്യാറാകുന്നത്. എല്ലാം നമ്മുടെ നാടിൻ്റെ യുവതയെ കണ്ടുകൊണ്ടതാണ്. യുവതയ്ക്ക് സംതൃപ്തമായൊരവസ്ഥ ഉണ്ടാക്കുക, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് യുവതയെ ഉയർത്തിക്കൊണ്ടുവരിക, ഈ സമീപനമാണ് സർക്കാർ ഇതേവരെ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ തിരിച്ചറിഞ്ഞ കാര്യമാണ്. രാഷ്ട്രീയ ദുഷ്ടലക്ഷ്യത്തിനായി ഉദ്യോഗാർത്ഥികളുടെ വികാരം ഉപയോഗപ്പെടുന്ന രീതി നമ്മുടെ സമൂഹം തിരിച്ചറിയണം. ഒരു കാര്യം മാത്രമേ പൊതുവെ ഈ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കിടയിൽ കുരുങ്ങി അപകടാവസ്ഥയിലേക്ക് പോകുന്ന നില ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ കഴിയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളോടൊപ്പം ഈ സർക്കാർ എല്ലാ കാലത്തും ഉണ്ടാകും. പക്ഷേ നിയതമായ മാനദണ്ഡങ്ങളനുസരിച്ച് മാത്രമേ നമ്മുടെ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് തൊഴിൽ നൽകാൻ കഴിയുകയുള്ളൂ. ഞാൻ റാങ്ക് ലിസ്റ്റിൽ പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് തൊഴിൽ നൽകണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേർ റാങ്ക് ലിസ്റ്റിലുണ്ട്, ഞങ്ങൾ ഈ കുറച്ച് പേർക്ക് തൊഴിൽ നൽകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മാനദണ്ഡമനുസരിച്ച് അർഹതയുണ്ടെങ്കിൽ മാത്രമേ തൊഴിൽ ലഭിക്കൂ. അത് മനസ്സിലാക്കാൻ എല്ലാവരും തയ്യാറാകണം. സർക്കാർ എല്ലാ കാര്യങ്ങളിലും മാനദണ്ഡങ്ങൾ പുലർത്തി പോകാൻ തന്നെയാണ് തയ്യാറായിട്ടുള്ളത്. അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും തെറ്റായ വഴിയിൽ ചരിക്കാതിരിക്കാനും സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി കൃത്യമായി വിലയിരുത്താനും പ്രക്ഷോഭകർക്ക് കഴിയണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ താങ്കളിപ്പോൾ വിശദമായിട്ട് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയം ഇതിനകത്ത് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ മുമ്പിൽ ഒരു കൂട്ടം യുവാക്കളും യുവതികളും അതിശക്തമായിട്ട് വ്യത്യസ്ത രീതിയിൽ അവർ സമരം ചെയ്യുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് അവരെ വിളിച്ച്, ഈ രാഷ്ട്രീയക്കാരെയൊന്നും വിളിക്കേണ്ട, ആ സമരം ചെയ്യുന്ന ആളുകളെ വിളിച്ച് ഇതാണ് നിജസ്ഥിതി എന്ന് ഒരു ചർച്ച ചെയ്യേണ്ട സമയമായില്ലേ? ഏതെങ്കിലും മന്ത്രിമാരെ അതിന് നിയോഗിക്കപ്പെടേണ്ടതല്ലേ? അല്ല, ഇവിടെ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ പല കാര്യങ്ങളും. ഇപ്പോൾ സാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് സർക്കാരിനൊരു അറച്ചു നിൽപ്പുമില്ല. ഇപ്പോൾ അവർ ഉന്നയിച്ച ചില ആവശ്യങ്ങൾ നോക്കിയാൽ ഒന്ന് പറഞ്ഞിരുന്നത് റാങ്ക് ലിസ്റ്റ് നീട്ടണമെന്നാണ്. അപ്പോൾ അതിനൊരു കൃത്യമായ സമയം വന്നപ്പോൾ ആഗസ്റ്റ് 3 വരെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ ആനുകൂല്യം
500ഓളം ലിസ്റ്റുകളിലുള്ളവർക്കാണ് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഘട്ടത്തിലാണ് ഭൂരിഭാഗം ഒഴിവുകൾ സംഭവിക്കുക. ആ ഒഴിവുകളൊക്കെ നികത്താൻ ഇതുവഴി സാധിക്കും. അപ്പോൾ PSCക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യലാണ് മറ്റൊരു പ്രശ്നം. അതിന് നേരത്തെ മുതലേ നടപടിയുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ആ കാര്യത്തിൽ നടപടി ത്വരിതപ്പെടുത്താനുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചു. മാത്രമല്ല, മന്ത്രിസഭാ യോഗം തന്നെ ഈ പ്രശ്നം വിശദമായി ചർച്ച ചെയ്തു. PSCക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന നിയമനാധികാരികൾക്ക് എതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നതാണ് സർക്കാർ നിലപാടായിട്ട് വന്നത്. അപ്പോൾ അവിടെ നിർത്തിയില്ല. എന്നിട്ട് ഈ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ളൊരു പരിശോധനാ സംവിധാനമാണ് അതിനായി രൂപം നൽകിയത്. ആ ഘട്ടത്തിലാണ് മറ്റു ചില പ്രശ്നങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് ഈ സ്ഥാനക്കയറ്റത്തിൻ്റെ, പ്രൊമോഷൻ്റെ പ്രശ്നങ്ങൾ മൂലം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ചില തടസ്സങ്ങളുണ്ടാകുന്നു. അതിലും ഇടപെട്ടു, നടപടികൾ സ്വീകരിച്ചു. സീനിയോറിറ്റി തർക്കം, ഇത് കോടതി മുൻപാകെ നിലനിൽക്കുന്നു. കോടതി റെഗുലർ പ്രൊമോഷൻ സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ ഇടക്കാല ഉത്തരവ് നൽകിയതുമായ ഇത്തരം കേസുകളിൽ താൽക്കാലിക പ്രൊമോഷൻ നടത്തി അതിൻ്റെ ഫലമായി വരുന്ന ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് അധ്യക്ഷന്മാർക്ക് നിർദ്ദേശം നൽകി. അപ്പോൾ എല്ലാം ഇവരെ കണ്ടുകൊണ്ട നടപടിയാണ്. പ്രൊമോഷന് അർഹതയുള്ള ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ പ്രൊമോഷൻ നടക്കാത്ത സാഹചര്യം ചില വകുപ്പുകളിലെങ്കിലുമുണ്ട്. ഇത്തരം പ്രൊമോഷൻ തസ്തികകൾ PSC ലിസ്റ്റ് നിലവിലുള്ള കേഡറിലേക്ക് താൽക്കാലികമായി തരം താഴ്ത്തി ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനും വകുപ്പ് അധ്യക്ഷന്മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു, ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. അത് അവിടെ നിർത്തിയില്ല. ഈ നടപടിക്രമങ്ങൾ 10 ദിവസത്തിനകം മുൻഗണനാക്രമത്തിൽ നടപ്പാക്കണം. അതിന് മേൽനോട്ടം വഹിക്കാൻ ചീഫ് സെക്രട്ടറി, ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇവരെയെല്ലാം ചുമതലപ്പെടുത്തി. ഇതിനോടൊപ്പം തന്നെ കാണേണ്ട ഒരു കാര്യമാണ് തസ്തിക സൃഷ്ടിക്കുന്നതിൽ സർക്കാർ കാണിച്ച താൽപ്പര്യം. കഴിഞ്ഞ 2-3 മന്ത്രിസഭാ യോഗങ്ങൾ പരിശോധിച്ചാൽ വിവിധ കാറ്റഗറികളിലായി 2700ഓളം പുതിയ തസ്തികകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ആ തസ്തികകളെല്ലാം സാധാരണഗതിയിൽ PSC വഴി നിയമനം നൽകേണ്ട തസ്തികകളാണ്. കാരണം സർക്കാരിൻ്റെ തസ്തികകളാണ്. അപ്പോൾ കാലാവധി നീട്ടി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ നടപടി സ്വീകരിച്ചു. തടസ്സമുള്ള തസ്തികകളിൽ തടസ്സം നീക്കാനും നടപടിയായി. പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നു. സർക്കാർ സാധ്യമായ എല്ലാ രീതിയിലും ഉദ്യോഗാർത്ഥികളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. സർക്കാരിൻ്റെ ആത്മാർത്ഥമായ ഈ ഇടപെടലുകൾ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത് അന്ന് പറയുന്ന കണക്കുകൾ എപ്പോഴും അഡ്വൈസ് മെമ്മോ അയക്കുന്ന, നിയമന ശുപാർശ അയക്കുന്ന കണക്കുകൾ മാത്രമാണ് പറയുന്നത്. എത്ര നിയമനം നടന്നു എന്ന് പറയുന്നില്ല. നിയമനത്തിൻ്റെ കണക്ക് നോക്കിയാൽ UDF സർക്കാർ LDF സർക്കാരേക്കാൾ മുന്നിലാണ്. അത്തരത്തിലുള്ള കണക്ക് കൊടുത്തി എത്ര ഈ അഡ്വൈസ് മെമ്മോയിൽ എത്ര പേർ ജോലിക്ക് റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ എത്ര പേർ ജോലിക്ക് കയറി എന്നുള്ള കണക്കും കൂടെ അങ്ങേക്ക് പറയാൻ കഴിയും. നിയമനം നൽകിയ കണക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അത് വീണ്ടും തരംതിരിച്ച് നമുക്ക് പറയാം. ഈ നേരത്തെ ചോദിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ്. അതായത് അപ്പോഴും മുഖ്യമന്ത്രി അത് പറഞ്ഞില്ല. ഈ മന്ത്രിമാർ ആരെങ്കിലും നിയോഗിക്കുമോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ഈ സമരം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ? അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണല്ലോ തീരുമാനിക്കേണ്ടത്. ആ കാര്യത്തിൽ സർക്കാർ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. അവർക്കതെല്ലാം മനസ്സിലാകുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നിലപാട് അവർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്ഥിരപ്പെടുത്തിയവരുടെ കണക്ക്, താൽക്കാലിക സ്ഥിരപ്പെടുത്തിയതിൻ്റെ
അതേപോലെ മറ്റൊരു കാര്യം കൂടി, ഈ LDF-ലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു NCP. NCP-യിലെ പാലയിലെ MLA UDF-ൻ്റെ ഭാഗമായി പോയിട്ടുണ്ട്. CM-ൻ്റെ അതിൻ്റെ ഒരു പ്രതികരണം കൂടി. അത് അദ്ദേഹത്തിൻ്റെ ഒരു മോഹം നടന്ന രീതിയല്ലേ കാണുന്നത്. അത് ഞാനിപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെയുള്ള നാട്ടുകാർ, അവിടെ അദ്ദേഹത്തെ നേരത്തെ സഹായിച്ചവർ, LDF എന്ന നിലക്ക് സഹായിച്ചവർ, അവരെയൊക്കെ കാണാത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അത് LDF-നോട് കാണിച്ച വഞ്ചന മാത്രമല്ല, ആ നാട്ടിലെ ജനങ്ങളോടും തന്നെ തിരഞ്ഞെടുത്തവരോടും കാണിച്ചൊരു വഞ്ചനയാണ്. അത് കൃത്യമായി ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഈ സമയം കുറച്ച് കൂടുതലായിരിക്കുകയാണേ. ഈ രാമക്ഷേത്ര നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാജ്യത്താകെ സംഘപരിവാര സംഘടനകൾ സാമ്പത്തിക പിരിവ് നടത്തുന്നുണ്ട്. കേരളത്തിൽ അവർ പിരിക്കുന്നുണ്ട്. ഒരു UDF MLA, പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി അതിലേക്ക് അങ്ങോട്ട് ചെന്ന് സംഭാവന കൊടുത്ത പടവും വാർത്തയും, ഇത് എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി നിലക്ക് കാണുന്നത്? അല്ല, ഞാൻ കാണുന്നത് എൻ്റെ പ്രശ്നം മാത്രമല്ല, ഇതാണ് ഈ നമ്മുടെ കോൺഗ്രസ്സിനുള്ള ഏറ്റവും വലിയ പരിമിതി. ഇത് തമ്മിലുള്ള വ്യത്യാസം അത് വളരെ നേർത്ത് വരികയാണെന്നുള്ളതാണ്. ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ MLA-മാർ ചിലരിപ്പോൾ അപ്പുറം പോയി. ഭൂരിപക്ഷം എന്താകുന്നു എന്നുള്ള പ്രശ്നം മാധ്യമങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജയിച്ച MLA-മാർ കോൺഗ്രസ്സിനോടൊപ്പം പോവുക, എന്നിട്ട് ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ പോയിട്ട് BJP-യുടെ ഗവൺമെൻറ് രൂപീകരിക്കുക. ഇതൊക്കെ രാജ്യത്താകെ നടക്കുകയാണല്ലോ. ഇത് വളരെ നേർത്ത് വരികയാണല്ലോ ഈ വ്യത്യാസം. ഇക്കാര്യത്തിൽ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ സംരക്ഷണം എന്നത് വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും പ്രശ്നത്തിൽ നമ്മുടെ രാജ്യത്ത് ഉറച്ച നിലപാട് വർഗീയതയ്ക്കെതിരെ സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടോ? അതുമായി സമരസപ്പെട്ടു പോകാനാണ് താല്പര്യം. വോട്ടിൻ്റെ ചിന്ത, തങ്ങൾക്ക് ഈ വിഭാഗത്തിൻ്റെ വോട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്ത. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കുന്നവർ അതിൻ്റെ ഗുണഫലം അനുഭവിച്ചു പോവുകയാണ്. കാരണം ഇവർക്ക് നയപരമായിട്ട് വലിയ വ്യത്യാസമില്ല എന്നൊരവസ്ഥ വരുമ്പോൾ ഇവരെ ആകർഷിക്കാൻ വളരെ എളുപ്പമായിട്ട് വരികയാണ്. കേരളത്തിൽ, നമ്മുടെ രാജ്യത്തിലാകെയുള്ള സ്ഥിതിഗതികൾ നിങ്ങൾക്കറിയാം. കേരളത്തിൽ എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത്? കേരളത്തിലെ ഇടതുപക്ഷം വളരെ ശക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമാണ്. മതനിരപേക്ഷതയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ അല്പജല സ്വാധീനം ഇവിടുത്തെ മറ്റുള്ളവരിലും കാണും. പക്ഷേ നമ്മുടെ നാട്ടിലും മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നടക്കുകയാണ്. ദിഗ്വിജയ് സിംഗിനെ പോലുള്ള പ്രധാനപ്പെട്ടവർ ചെയ്ത കാര്യം ഇവിടുത്തെ MLA ചെയ്യുന്നതിലേക്ക് എത്തുന്നു. അത് ന്യായീകരിക്കാൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അവരുടെ നേതാക്കന്മാരുടെ തന്നെ പേരുകൾ പരാമർശിക്കുന്നു. അവരെല്ലാം ചെയ്ത കാര്യം ഇദ്ദേഹം ചെയ്താൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് വ്യത്യാസം കുറഞ്ഞു വരുന്നത്. ഇത് അത്യന്തം അപകടകരമായ പോക്കാണ്. ഇത് RSS ഉയർത്തുന്ന നിലപാടുകൾക്ക് അംഗീകാരം കൊടുത്തുകൊണ്ടുള്ള പോക്കാണ് എന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ്സിന് കഴിയണം. അതാണ് നമ്മുടെ നാടും തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇവർക്ക് അവരെ എതിർക്കാൻ കഴിയില്ല, ശരിയായ രീതിയിൽ എതിർക്കാൻ കഴിയില്ല. ഇവരെന്ത് സമീപനം സ്വീകരിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പവുമില്ല. ശക്തമായി തന്നെ വർഗീയതയെയും വർഗീയ നിലപാടുകളെയും അതിരൂക്ഷമായി എതിർത്തുകൊണ്ട് പോകുന്ന നില ഞങ്ങൾ സ്വീകരിക്കും. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീടാവാം. ഇപ്പോൾ കുറച്ചധികം നീണ്ടുപോയി. നേരത്തെ തുടക്കത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് വൈകിപ്പോയത്. നമുക്ക് പിന്നീട് കാണാം.